പാട്ടുമായിട്ട് ബന്ധമില്ലാത്ത ഞാനേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരിക്കലും എനിക്കൊരാഗ്രഹം തോന്നി, എനിക്കൊരു പാട്ടെഴുതണം. അങ്ങനെ പാട്ടെഴുതാൻ വേണ്ടി ഞാൻ നല്ല സിയോൻ ഗീതാവിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് അകത്ത് കയറി 4-5 വരി അടിച്ചു മാറ്റിയിട്ട് ആരും അറിയാതെ 3-4 വരി എഴുതണം, അല്ലാതെ പാട്ട് വരില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുമെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എൻ്റെ വീട്ടിൽ അത് കണ്ടുപിടിച്ചു. പിന്നെ ബൈബിൾ തുറന്ന് സങ്കീർത്തനമൊക്കെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു, അന്ന് സങ്കീർത്തനത്തിൽ നിന്ന് 3-4 വരി എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്നെല്ലാം പാട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷം എടുത്ത് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ 2 പേര് വീട് വെക്കുന്ന എഴുതി. ഒരാൾ ഭയങ്കര വേഗത്തിൽ വീട് വെച്ചു, മണ്ണിനകത്തായിരുന്നു വീടിൻ്റെ വെപ്പ്. അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിൻ്റെ പെരകൂതാശ അതിന് അകത്ത് കയറുമ്പോൾ അപ്പുറത്തൊരു പുള്ളി ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ഒക്കും ചിലരുടെ കാര്യം ഒക്കില്ലെന്ന് പറയുന്നതിലോട്ട് പുള്ളി പാറയുടെ പുറത്ത് ഇങ്ങനെ കിളച്ച്, ചിലരുടെ കാര്യം വൈകുക, ഭയങ്കര സ്പീഡിൽ ചിലരുടെ കാര്യം നടക്കുന്നു, പക്ഷെ ചിലരുടെ കാര്യം വൈകുന്നു. പക്ഷെ വൈകിയാലും പണി തീർന്നു, ഗ്രഹത്തിൻ്റെ പണി തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റടിച്ചു. കാറ്റത്ത് വേഗത്തിൽ വന്നത് ചിലതൊക്കെ നിലംപരിചായപ്പോൾ ദൈവം സ്ഥാപിച്ചതിനെ കണ്ടോ. ഇന്നത്തെ ദൂതുമായിട്ടെല്ലാം കണക്റ്റഡാ. ദൈവം സ്ഥാപിച്ചതിനെ ദൈവം സ്ഥാപിച്ചു. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. ഇത് സാധാരണ എല്ലാവരും അനുഭവം വന്ന പാട്ട് എഴുതുന്നത്, പക്ഷെ ഞാൻ പാട്ട് എഴുതിക്കാൻ അനുഭവം തുടങ്ങി. എൻ്റെ അമ്മ കിടപ്പായി, കണ്ണു കൊഴിഞ്ഞു, കിഡ്നിക്ക് 2 കംപ്ലൈൻറ്റ്, പുറകിൽ തേയ്മാനം, തലമുടി മൊത്തം പോയി മൊട്ടച്ചയായി, 70 കിലോയിൽ നിന്ന് 40 കിലോ ആയി. ആ സമയത്താണ് പാസ്റ്റർ നിജു അടൂരും ദേവദാസനും എൻ്റെ ഭവനങ്ങൾക്കകത്ത് വരുന്നത്. എൻ്റെ അമ്മ ഒരു കട്ടിലിൻ്റെ മൂലയ്ക്ക് കയറി കിടക്കാൻ തുടങ്ങി. പക്ഷെ കട്ടിലേക്ക് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കും. എന്നോട് ഇരിക്കും, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്, നമ്മളെന്തിനെ കൈ അടിക്കുന്നത്, നമ്മളെന്തിനെ ആരാധിക്കുന്നത്, വല്ലവിധ നിത്യതയെ പോകാനല്ല. അതുകൊണ്ട് നീ പിശാനെ നോക്കി പറ, എൻ്റെ അമ്മയെ തട്ടുന്നെങ്കിൽ വേഗം തട്ട്, എന്നാലും നിന്റെ ത്വക്കിന് ജീവനുണ്ടെങ്കിൽ നീ പിശാന്റെ തലയെ തകർക്കണം. അന്ന് ഞാൻ കിടപ്പായത് കൊണ്ട് നീ മിനിസ്റ്റർ നിർത്താനല്ല പറഞ്ഞത്, ഞാൻ കിടപ്പായാലും നിന്റെ ശുശ്രൂഷ നീ ചെയ്യണം. എൻ്റെ അമ്മയുടെ കട്ടിലിൻ്റെ ചോട്ടിൽ നിന്ന് തിരുവചനം എടുത്താണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. അന്ന് തുടങ്ങിയ യാത്രയാണ്. 2008 അതിനുശേഷം ബാക്കി എഴുതാൻ തുടങ്ങി. നീ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. ഓ യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. നീ തകരാൻ നോക്കുന്നവർ കാണും നിന്റെ മുമ്പിൽ വിശാലവാതിൽ. അതാ പാടിയത്. നീ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻ. ഞാൻ ചിന്തിച്ചൊരു കാര്യം പറയാം പാസ്റ്റേ. ഞാൻ സാധാരണ ചിന്തക്കാരനാണ് കേട്ടോ, വലിയ കാര്യം ചിന്തിക്കത്തില്ല. ഞാൻ വിചാരിക്കും ഫറവോൻ എന്നെ പിടിക്കാൻ വരുന്നു, ഞാൻ സൂപ്പർമാൻ ആകുന്നു, മലയുടെ മണ്ടയ്ക്ക് ചാടി കയറുന്നു. അണ്ട് അവിടെ ചെന്നു, ഹേ ഫറവോനെ നിനക്ക് എന്നെ തൊടാൻ പറ്റിയില്ല, നിങ്ങനെ കൈ കാണിക്കും. പക്ഷെ ദൈവം എന്നെ സൂപ്പർമാൻ ഒന്നും ആക്കിയില്ല. ദൈവം, നീ ഓർഡിനറി മനുഷ്യനായിട്ട് ഞാൻ നിന്നിൽ അസാധാരണ ശക്തി പകരും. ഹല്ലേലൂയ. 2 ഞാൻ ചിന്തിച്ചു, ഫറവോൻ എന്നെ പിടിക്കാൻ വരുന്നു, ദൈവം കണ്ണിലോട്ട് ഒരു കുത്തുകുത്തുന്നു, തിരിക്കുന്നു. അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കും, ഫിഷാന്റെ കണ്ണിന് ദൈവം മൂടിക്കളയണം. ദൈവം പറയണം, നിന്റെ പൊട്ട ബുദ്ധി തോന്നുന്നു എന്നല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പിശാചിന്റെ കണ്ണ് പൊട്ടാൻ പ്രാർത്ഥിക്കണ്ട, കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഞാൻ നിനക്ക് വഴി ഒരുക്കും. പറ. പിശാചിന്റെ കണ്ണ് മൂടിയിട്ടല്ല, കണ്ണ് തുറന്ന് വെച്ചിട്ട് ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. അത് നിനക്ക് തുറക്കുന്ന വഴിയാണ്. അതനുഭവിക്കാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്വർഗം തുറക്കുന്ന വഴി അനുഭവിക്കാൻ, നിന്നെ മൂടിക്കളയാൻ അനുഭവിക്കാൻ, പിന്നിൽ കളിക്കുന്ന ചിലതിനെ മുക്കിത്താത്തിട്ട് തന്റെ ജനത്തിന് വേണ്ടി വഴി തുറക്കുന്ന സാധാരണമായ കാര്യം. ഇന്നൊരു പറ, യഹോവ എനിക്കായി തുറക്കുന്ന വഴികൾ.
പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യമുണ്ട്. അതിനുശേഷം എഴുതിയ പാട്ടാണ് 2017. ആരു പറഞ്ഞാലും ഞാനേകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ എനിക്കെതിരെ ഞാൻ ചിന്തിക്കാത്ത കഥയുണ്ടാക്കി 2017 കുട്ടിക്കാലത്ത് ചെറിയൊരു മുറിക്കകത്ത് കടയുമ്പോൾ ഇനി കാലേബ് പൊങ്ങില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചെന്ന് എഴുതിച്ച ദൈവം നിന്നിച്ച് തള്ളിയ പൊട്ടക്കിണറ്റിന്റെ വട്ടത്തിന്റെ മേളിൽ ചേട്ടന്മാരുടെ കൈയെത്തിയില്ലും വാഗ്ദത്തം ചെയ്തവനുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നിച്ച് തള്ളിയ പൊട്ടക്കിണറിന്റെ വട്ടത്തിനകത്തൂടെ നോക്കിയാൽ കയറിയിട്ട് തരാൻ സ്വന്തക്കാര് കാണില്ല, പെറ്റമ്മ കാണില്ല. പക്ഷേ വാഗ്ദത്തം ചെയ്തവന്റെ കൈ അതിന്റെ മേളിലിരിക്കുന്നിടത്തോളം കാലം മഹിമ എന്ന് പറയുന്നത് കുഞ്ഞിന് ക്യാൻസർ വന്നു +2 കഴിഞ്ഞ്. പക്ഷെ ആ കുഞ്ഞ് മരിക്കാൻ കിടക്കുന്ന നിമിഷത്തിന് മുമ്പേ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ അരികിൽ നിൽക്കുമ്പോൾ അപ്പൻ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ദൈവം അത്ഭുതമൊന്നും ചെയ്തില്ല. മരിക്കുമെന്ന് എൻ്റെ കുഞ്ഞിന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും എൻ്റെ കുഞ്ഞ് ജീവിക്കുന്ന അത്ഭുതമല്ല, ദൈവത്തിൻ്റെ കൃപയാന്ന് പറഞ്ഞു. അന്ന് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, അത്ഭുതമല്ല ഇതത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാണത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും ഓ എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല ഇതത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാണത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി അപ്പ വിളിച്ചേ, അപ്പ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയാ. പക്ഷെ 2000 ഈ പാട്ട് എഴുതി എൻ്റെ അവസാന സ്റ്റാൻസ് എഴുതും മുമ്പേ ഒരു സന്ദേശം എനിക്ക് വന്നു. ആ കുഞ്ഞു മരിച്ചു. +2 കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ അവസരങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന കുഞ്ഞ് നിത്യതയിലേക്ക് മറയപ്പെട്ടു. അന്ന് എഴുതിയ പാട്ടാ എൻ്റെ ബാക്കി. എൻ മണാളനെ എൻ്റെ പൊന്നു കാന്തനെ നിൻമുഖം നേരിൽ കാണാൻ അവാനമേഘത്തിൽ തൻ ദൂതരുമൊത്ത് എൻ്റെ പേര് ചൊല്ലി അങ്ങ് മാടി വിളിച്ച എൻ മണാളനെ എൻ്റെ പൊന്നു കാന്തനെ നിൻമുഖം നേരിൽ കാണാൻ ആശ. ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് പാടി നിർത്താമോ? അവാനമേഘത്തിൽ തൻ ദൂതരുമൊത്ത് എന്റെ പേര് ചൊല്ലി അങ്ങ് പാടി വിളിച്ച അപ്പാ ഞാൻ നിന്നിൽ മറഞ്ഞു പാടുമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ ഞാൻ നിന്നിൽ മറഞ്ഞു പാടുമേ ഹല്ലേലൂയാ. വിശ്വാസമുള്ളവർ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം ചേർന്നിടും. അത്ഭുതമല്ല 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 ഇതത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും ഓ എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോ. ഒരിക്കലും അത്ഭുതമല്ല അത്ഭുതമല്ല. എല്ലാ കൈകൾ തൊട്ടി. ഇതത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപ. ഞാൻ പാപിയായിട്ടോ ഞാൻ രോഗിയായിട്ടോ എന്നെ തേടി. അതുകൊണ്ട് എല്ലാ കൈകൾ ഉയർത്തി അവനെ അപ്പാന്ന് വിളിച്ചേ. അപ്പാ എന്നുള്ള നിറഞ്ഞു പാടുന്നേ
വിശേഷാൽ ടിജോ പാസ്റ്ററോട് ചർച്ചിനോട് നന്ദി അറിയിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ.